ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കറി വെക്കുന്ന ചക്കയല്ല കേട്ടോ. ഇത് നമ്മുടെ സാദാ ചക്കയാണ്. ഇടിച്ചക്ക, കൊത്തച്ചക്ക എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ഇത് നമ്മൾ നന്നായിട്ട് ചെത്തിയെടുത്ത് കഴുകി കട്ട് ചെയ്തിട്ട് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ ഇതെല്ലാവരും തോരൻ വെക്കാറാണ് അപ്പോൾ അത് നമുക്കിന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കറി വെക്കാവേ. നല്ല ചീമച്ചക്കയൊക്കെ കറി വെക്കുന്ന പോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. ഞാനപ്പോൾ കട്ട് ചെയ്തതിനേക്ക് ഒരു സവാള, ഒരു പച്ചമുളക്, ലേശം ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ലേശം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വറുത്തെടുക്കാം കേട്ടോ. തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണേ. ഇതിലേക്ക് നമുക്ക് ലേശം പെരുംജീരകം, അതായത് വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ കൂട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ വറുത്ത് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടിച്ചക്ക കറി റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ